കാട്ടിൻ്റെ നടുക്ക് നല്ല കിടിലൻ 2 വെറൈറ്റി വരിക്കച്ചക്ക. അത് കഴിക്കാൻ വേണ്ടി നമുക്കൊന്ന് പോവാം. നേരെ ഇങ്ങനെ പോകുന്നേരെ അടിപൊളി നിങ്ങൾ കാണിച്ചു തരും. അതിന്റെ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ അപാര റിസൾട്ടാണ്. അന്നേരം അത് നമുക്ക് ഔഷധ ചക്ക ആൾക്കാർ വന്ന് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഔഷധ ചക്ക എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വെയിറ്റും കൂടുതലാണ്, ഒരുപാട് ഘടകങ്ങൾ കൂടുതലാണ്. ഇവിടെ വിശേഷപ്പെട്ട ഒരു ചക്കയുണ്ട്, അതായത് കണ്ണങ്കോടൻ വരിക്ക എന്നാണ് അതിന്റെ പേര്. പണ്ട് ഇവരുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു വലിയ കിഡിലും, അതൊരു 30 കിലോ 35 കിലോ തൂക്കം വരുന്ന വലിയ ഒരു വരിക്കച്ചക്കയാണ്. അന്നേരം അതിന്റെ പ്രത്യേകതയൊക്കെ എന്തോന്ന് നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ 2 തവണ കായ്ക്കും ഒരു വർഷം. ആദ്യമേ ഒരു 10-20 എണ്ണം ഉണ്ടാകും, അതൊരു ഡിസംബറോടുകൂടി തീരും. പിന്നെ ഒരു 10, 100, 150 ചക്ക ആ വർഷം തന്നെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനായിട്ട് തീരും. അങ്ങനെയാണ്. പിന്നെ പച്ചച്ചുള തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. പഴവും അതുപോലെ തന്നെ വേവിച്ചാൽ അതിനേക്കാൾ ടേസ്റ്റ്. പ്രോട്ടീന് പിന്നെ എന്തെല്ലാം ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള സൾഫർ, അങ്ങനെയുള്ള സോഡിയം, ഫൈബർ ഇതെല്ലാം കൂടുതലാണ്. റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരണം. അതിന് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ ചക്ക ഒന്ന് കാണാനായിട്ട് നമുക്ക് മരത്തിൽ കയറിയിട്ട് ആ ചക്ക ഒന്ന് പറപ്പിക്കാം. കെട്ടിയിറക്കണം, പൊട്ടാത്ത രീതിയിൽ കെട്ടിയിറക്കാൻ പറ്റുമോ? അതിനുള്ള റോപ്പായിട്ട് നമ്മൾ വന്നേക്കുന്നത്. നേരെ പോന്ന് അതിനകത്ത് കയറി വലിയൊരു ചക്ക നമ്മൾ കെട്ടിയിറക്കാൻ വേണ്ടി പോവാം. അന്നേരം ആ വിശേഷപ്പെട്ട ഔഷധ ചക്ക നമ്മൾ താണ്ടെ വെട്ടി ഇറക്കാൻ വേണ്ടി പോവാണ്. ഇത് പോയി കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കാട് റേഞ്ചിലാണ്. അന്നേരം നല്ല കിടിലം വെറൈറ്റി ഒരു വരിക്കച്ചക്ക. കാട് റേഞ്ച് ആണെങ്കിൽ അവിടെ വീടൊക്കെ ഉള്ള സ്ഥലമാണ്. അന്നേരം അവിടെ തോട്ടത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ചക്ക കെട്ടി ഇറക്കുന്നത്. നല്ല കിടിലം വെറൈറ്റി ഒരു ചക്ക ആയതുകൊണ്ടാണ് കണ്ണങ്കോടൻ വരിക്ക. നമ്മളെ നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വരിക്ക ഇനങ്ങളെ അവർ സൂക്ഷിക്കുന്നതാണ്. ഇതിൻ്റെ തൈകൾ അവർക്കുണ്ട്. ആർക്കെങ്കിലും തൈ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി ആ റിസൾട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആവശ്യമെങ്കിൽ മാത്രം തൈ എടുത്താൽ മതി. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒന്നാണ്. കാര്യം ഇപ്പം പുള്ളി അതിന് എന്ന് വെച്ചാൽ അത് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഒരുപാടങ്ങ് ഇപ്പം നമ്മുടെ നാട്ടിൽ അവരുടെ നാട്ടിൽ കാണാനില്ല. എന്നിട്ട് അവിടെ പോയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വെട്ടിയത് കാണിക്കണ്ട. ഒറ്റ വെട്ട് പോയണം. ഒറ്റ വെട്ട് തന്നെ ചരിഞ്ഞു പോയി. അല്ലെങ്കിൽ ചരിവ് കൂടുതലാ, കുഴപ്പമില്ല. നല്ല കളറ്, നല്ല അടിപൊളിയായിട്ട്. ഇനി നമുക്ക് കഴിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടൊന്ന് അറിയണം. അണ്ണാ ഇങ്ങനെ നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ കഴിച്ചോണ്ടാവല്ലോ. 400 തൈയാ വെച്ചേക്കുന്ന കേട്ടാ. 400 തൈ. അണ്ണാ ഇനി ഇതിനെ നമുക്കേ ഒന്ന് ഇളക്കിയിട്ടാലാ. പേപ്പറെല്ലാം കണ്ട് ചക്കയിൽ നിന്നിട്ട് 400 തൈ ഇപ്പോൾ വർഷം വെച്ചിട്ടുണ്ട്. 400 വെച്ചിട്ടുണ്ട്. പുള്ളി കുറച്ച് തൈകൾ ഉണ്ടാക്കാനും കൂടെയുള്ള പരിപാടി നമ്മളോട് ചേർന്ന്. കൂഴച്ചക്ക ഭയങ്കര ഇഷ്ടമാണ് ഇവന് വേണ്ടി. ഞാൻ പലയിടത്തും കൂഴച്ചക്ക കൊണ്ട് ഇറക്കി വെച്ച് കൊണ്ട് കൊടുക്കാറുണ്ട്. ഒരു പ്രാവശ്യം ചക്ക തന്നവര് ഭയങ്കര ഇഷ്ടം. ചക്ക നല്ല വരിക്കാനും കൂടിയാണ്. വഹിക്കാനും പഴവും ഇതെല്ലാം നല്ല വറക്കാനും ഒക്കെ. ഇനി ഇത് കിടക്കുന്ന കൺസെപ്റ്റ് എല്ലാവരും കിടക്കുന്നതുകൊണ്ടല്ലേ എല്ലാവരും വരിക്ക പറയുന്നത്. അത് ഒരു 10-12 വർഷം മുമ്പ് ഒരു സിസ്റ്റർ ക്യാൻസറായിട്ട് മദ്രാസിലുണ്ടായിരുന്ന ഒരു സിസ്റ്റർ ഇവിടുന്ന് യാദൃശ്യമായിട്ടൊരു ചക്ക അവിടെ കൊണ്ടുപോയി. ഇവിടെയുള്ളൊരു സിസ്റ്റർ തന്നെ. അവിടെ ചെന്നിട്ട് അവർ ക്ഷീണമായിട്ടിരുന്ന ആൾ ഒരു ദിവസം ചക്ക ഇങ്ങനെ പച്ചച്ചക്ക നിന്നു. അപ്പോൾ അന്ന് അവർക്ക് എന്തോ ഒരു ഉന്മേഷം തോന്നി. പിറ്റേ ദിവസം അതുപോലെ തന്നെ വീണ്ടും ചക്ക ഒരു പഴുപ്പിക്കാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കഷ്ണം കൂടി എടുത്തു തന്നു. അപ്പോൾ അങ്ങനെ അവർ തന്നെ പറഞ്ഞു ഇത് എന്തോ ഒരു പ്രത്യേകതയുള്ള ചക്കയാണെന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് കൊണ്ടുപോകായിരുന്നു ഈ ചക്ക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ നഴ്സറി ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ഇങ്ങനെ ഒരു പരിശോധിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ സുഹൃത്ത് പുഞ്ചവയിലുള്ള കല്ലുക്കൊന്ന നഴ്സറിയിലെ സാധാരണ ചേട്ടൻ പറഞ്ഞ് പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് പരിശോധിച്ചു കഴിഞ്ഞിട്ട് അവർ വീണ്ടും ചക്ക ആവശ്യപ്പെട്ടു. അതിന് എന്തെല്ലാം കുറച്ചുകൂടെ നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കി. അങ്ങനെ ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത് 14 നമുക്ക് സാധാരണ വേണ്ടതിലും 14 കണ്ടന്റുകളാണ് ഇതിന് കൂടുതലായിട്ടും 10 ഇരട്ടി വരെ വ്യത്യാസം വന്നിരിക്കുന്നത്. പറയണ റിപ്പോർട്ട് നോക്കിയാൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി തിരുവനന്തപുരത്ത് ടെസ്റ്റ് ചെയ്ത റിസൾട്ടാണ് ഇത്. നമ്മൾ കമ്പാരിസൺ കൊടുത്തിരിക്കും. 2 സാമ്പിൾ, ഒന്ന് നാടൻ വരിക്ക സാധാരണ വരിക്കയും ഒന്ന് ഈ കണ്ണങ്കോടൻ വരിക്കയാണ്. അത് വന്നിട്ട് റിസൾട്ടിൽ ആദ്യത്തെ സാമ്പിൾ നാടൻ വരിക്കയിൽ കാർബോഹൈഡ്രേറ്റ് 39.30 ഗ്രാംസ് ആണ്. അതിൻ്റെ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞത് 25 ഗ്രാംസ് ആണെന്ന് തോന്നുന്നു അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ണങ്കോടന് സാമ്പിൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് 40.21 ആണ്. അതായത് 39.30 കാർബോഹൈഡ്രേറ്റ് ഉള്ളത് ഇത് 40.21ഉം മോയിസ്ചർ 14.1 ഇത് 8.4 എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് അംശം കുറവാണ് ഇത്.
പിന്നെ പ്രോട്ടീൻ 1.83 ഉള്ളിടത്ത് ഇത് 4.85ഉം വൈറ്റമിൻ സി 21.08 ആണ് നാടൻ വരിക്കയിൽ, ഇതിനകത്ത് 36.14. ഫൈബർ 3.5% ഉള്ളിടത്ത് ഇത് 36.14. അതുപോലെ തന്നെ പോളിഫിനോയിസ് 16, ഫ്ലാവനോയിഡ്സ് 25.93, അത് 2.24, ടാനിൻസ് 5.72 ഉള്ളിടത്ത് 88.97. അതുപോലെ തന്നെ അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റി 68.86 ഉള്ളത്, ഇത് 71.64. സോഡിയം 172.8 ആണ് നാളെ മരിക്കില്ലെങ്കിൽ, ഇത് 857.0 ആണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 6 ഇരട്ടിയോളം അതിൻ്റെ സോഡിയം കണ്ടന്റ് കൂടുതൽ. പൊട്ടാസ്യം 367 ആണ് നാടൻ വരിക്കൽ, 921.5 ആണ് ഇതിനുള്ളത്. കാൽഷ്യം 293.6 നാടൻ വരിക്കലുള്ളപ്പോൾ ഇതിൽ 1411 മില്ലിഗ്രാംസ് ആണ് ഇതിലുള്ളത്. ഫോസ്ഫറസ് 0.35 ഉള്ളത് 3.33. അയൺ കണ്ടന്റ് 0.39 ആണ് സാധാരണ വരിക്കൽ, ഇത് 80.07 ആണ് ഇതിൻ്റെ ഒരു കണ്ടന്റ് വന്നിരിക്കുന്നത്. ഇത് നാടൻ വരിക്കയുടെയും അതുപോലെ കണ്ണൻകുടം വരിക്കയുടെയും പച്ച ചുളയിലുള്ള വ്യത്യാസമാണ്. ഇതേപോലെ തന്നെയാണ്. അതുപോലെ അതിൻ്റെ ചക്ക കുരുവും അവർ ടെസ്റ്റ് ചെയ്തു. ഇതിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള റിസൾട്ട് തന്നെ അതിനകത്ത് വന്നിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകം എടുത്തു പറയാനുള്ളത് അയൺ കണ്ടന്റ് 1.14 ആണ് ചക്കക്കൂരിൽ, നോർമൽ ചക്കക്കൂരിലുള്ളത്. ഇത് 25.71ഉം അതുപോലെ കാൽഷ്യം 58.97 ഉള്ളിടത്ത് ഇത് 1189.2 എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ കാൽഷ്യം ഒക്കെ കൂടുതൽ കിട്ടുന്ന സൈസ്, വളരെ ഔഷധ കൂലി അല്ലെങ്കിൽ പോഷക ഗുണമുള്ള ഒരു ചക്കയായിട്ടാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ടാണ് നമ്മളിപ്പം നിങ്ങളെ പോലുള്ളവരെ വിളിച്ച് നമുക്ക് കൂടുതൽ പ്രചാരം കൊടുക്കണം. കാരണം ഇത് നമ്മുടെ നാട്ടിൽ വളരെ ഉപയോഗം കിട്ടാനുള്ള സാധ്യതയുള്ളതാണ്. ഇത് വിൽപ്പന എന്നുള്ളതിനുപരി ജനങ്ങൾക്ക് ഔഷധമൂല്യമുള്ള പോഷക ഗുണമുള്ള ഒരു ചക്ക നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്നു. തൈയുണ്ട്. ഇദ്ദേഹമാണ് അതിൻ്റെ നഴ്സറിയുടെ ഉടമയാണ്. ഇതിലെ ചുമല വരയിട്ടിരിക്കുന്നതെല്ലാം കണ്ടന്റ് കൂടുതലുള്ള മറ്റേ നോർമലായിട്ട് വേണ്ടത്. ജിമ്മി പുള്ളി എലിഞ്ഞിമറ്റം പ്ലാന്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇത് നഴ്സറിയും കൂടെ ഉണ്ട്. പുള്ളി ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഈ പേപ്പറെല്ലാം കണ്ട് ചക്കയുടെ 400 തൈ ഇപ്പോൾ വർഷം വെച്ചിട്ടുണ്ട്. 400 വെച്ചിട്ടുണ്ട്. പുള്ളി ഇനിയിപ്പം പുള്ളി കുറച്ച് തൈകൾ ഉണ്ടാക്കാനും കൂടെയുള്ള പരിപാടി നമ്മളോട് ചേർന്ന്. ഇത് ഭായിയാണ്. നമ്മുടെ സുഹൃത്താണ്. ചേട്ടൻ്റെ പേര് ഷാജർ ഈട്ടിക്കൽ. ചേട്ടൻ്റെ പേര് ജോർജ് കുട്ടി. നമുക്കെന്നാ തങ്കപ്രസാദ്, നേപ്പാൾ. ഈ വർഷം പൊതുവിൽ ഇത്രയൊക്കെ മുഴുപ്പുള്ളല്ലോ വേനലിന്റെ. മുകളിൽ ഇപ്പൊ ഏതാണ്ട് ഈ പ്ലാവിന്റെ ഒരു രീതിക്കനുസരിച്ചുള്ള ചക്ക ഇപ്പൊ മുകളിൽ കിടക്കുന്ന എന്താ മുകളിൽ 2 എണ്ണമായിട്ട് കിടന്നതിന് ഒരെണ്ണം, അതിലൊരെണ്ണം. പിന്നെ താഴോട്ടെല്ലാം മുഴുത്തെല്ലാം ഇട്ടിട്ട് പോയതാ. അതൊരു 35-40 കിലോ കാണും ഇപ്പൊ. അല്ലല്ല, ഒരെണ്ണം 40 കിലോ ആവറേജ് ഇതിനായിരുന്നു. ഈ പക്ഷേ ഈ തീരെ വെയിൽ തന്നെ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു 30 കിലോയിൽ കുറയുകയല്ലോ, അതുപോലെയാ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ 2 തവണ കായ്ക്കും ഒരു വർഷം. ആദ്യമേ ഒരു 10-20 എണ്ണം ഉണ്ടാകും. അതൊരു ഡിസംബറോടുകൂടി തീരും. പിന്നെ ഒരു 10-100-150 ചക്ക ആ വർഷം തന്നെ. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനായിട്ട് തീരും. അങ്ങനെയാണ്. പിന്നെ പച്ചച്ചുള തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. പഴവും അതുപോലെ തന്നെ. വേവിച്ചാൽ അതിനേക്കാൾ ടേസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ ഒരു സിസ്റ്റർ, ഒരു ചക്ക ക്യാൻസറുള്ള ഒരു സിസ്റ്റർ ചക്ക തിന്നു കഴിഞ്ഞിട്ട് അവർക്കൊരു ഭയങ്കര ഉന്മേഷം തോന്നി. പിന്നെ അങ്ങനെ അതൊന്ന് പരിശോധിക്കാമെന്ന് ഓർത്ത് അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ട് ഭയങ്കരമായ റിസൾട്ട്. ഔഷധ ചക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ വന്ന് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഔഷധ ചക്ക എന്ന് പറഞ്ഞിട്ടാണ്. അതിന് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വെയിറ്റും കൂടുതലാണ്, ഒരുപാട് ഘടകങ്ങൾ കൂടുതലാണ്. ഒന്നും വെട്ടിച്ചു അങ്ങനെ വിരിച്ചു പോയത്. കുറച്ചൊരു പഴുക്കാനുണ്ടോ? പഴുത്താ വിരിച്ചിറങ്ങി സാധനം കേട്ടോ. ജോർജ് കുട്ടി കയറിയിട്ട് ഒരു പഴം കഴിച്ചു നോക്കടാ. പുള്ളി ചക്കയുടെ ആരാധകനാ. കോഴിച്ചക്കയാണ്. അടിപൊളി സാധനം.
ഏതാണ്ട് ഇതാണ് നമ്മളിപ്പോ പറഞ്ഞേക്കുന്ന കണ്ണങ്കോടം വരിക്കച്ചക്ക. കണ്ണങ്കോടം വെറൈറ്റി വരിക്കച്ചക്കയാണ്. ഏതാണ്ട് കണ്ടില്ലേ, ഇതേപോലെ ചകണിയൊന്നും ഒരുപാട് ഭയങ്കരമായ ചകണിയൊന്നും ഇല്ല. അന്നേരം താണ്ട ഇതേപോലെ നല്ല കിഡിലെ ഒരു വെറൈറ്റിയാണ്. പണ്ട് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരുന്ന ഔഷധ ചക്ക. ആണ്ട് എടുക്കാൻ വേണ്ടി പോവാണ്. അതിനകത്ത് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ എടുത്ത് ഒരെണ്ണം കഴിക്കാം. ഇതാ സ്വയംഭ സാധനം നല്ല ടേസ്റ്റുവാ. കിടുക്കാച്ചി സാധനം, കിടുക്കാച്ചി. കുറേ ദിവസം കൊണ്ട് വീഴാതെ കിടുക്കാച്ചി ഐറ്റം. വെട്ടുമ്പോഴെല്ലാം ചെരിഞ്ഞു പോകുന്നുള്ളൂ. പണ്ടേ അങ്ങനെ കൊച്ചി കള്ള മോഹൻലാൽ ഫാനാ, അതുകൊണ്ടാ. ചക്ക വെട്ടാൻ അറിയത്തില്ലെന്നാരും പറയുകയല്ലോ. ചക്ക വെട്ടാൻ അറിയത്തില്ലെന്ന് ആരും പറയത്തില്ലല്ലോ അല്ലേ. ഇനി ഇങ്ങനെ ഒന്ന് തുറന്ന് കാണിച്ചേ. തുറന്ന് ഇങ്ങനെ ചകണിയൊന്നും ഇല്ല ഇതിന്. ചകണിയൊന്നും ഇല്ല, കുറവാ. അന്നേരം ഇതിൻ്റെ തൈകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വെറൈറ്റി അന്യം നിന്ന് പോയിരിക്കാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.